ഞാൻ തമാശ പറയുമല്ല. നിങ്ങൾ എൻ്റെ കൈ കാണിച്ചു തരാവേ. ഇത് കണ്ടോ? ഈ കൈ കണ്ടോ? നീ ഈ കൈ നോക്കിയോ. ഇത് കണ്ടോ? എന്നോട് അവർ മര്യാദയ്ക്ക് പറഞ്ഞ ഗ്ലൗ ഇടാതെ ഇത് കളിക്കരുത്, ഗ്ലൗ ഇടാതെ ഇത് കളിക്കരുതെന്ന്. ഞാനിരുന്ന് 4 മണിക്കൂർ ഗ്ലൗ ഇടാതെ മോസയുടെ F1 സ്റ്റിയറിംഗ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച്. പക്ഷെ എൻ്റെ പൊന്നോ, എനിക്ക് കൈ അനക്കാൻ വയ്യ ഗൈസ്. 2 കൈയും പോയി. 2 കൈയും നീരടിച്ചിട്ട് അനങ്ങണില്ല. ഞാൻ അവർ ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഇതിന് ഫോഴ്സ് ഫീഡ്ബാക്ക് ഇത്രയും ഉണ്ടാവും, അല്ലെ ഇത്രയും പ്രഷർ എടുക്കണം എന്നുള്ളൊരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ 2 കൈയും നീരടിച്ചിട്ട് അനക്കാൻ വയ്യ. അമ്പോ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞൂടാ. ഞാൻ ഇപ്പോൾ ഇതൊക്കെ അടിച്ചു വെച്ചിരിക്കുക. ഞാൻ അതാണ് കുറച്ച് ലേറ്റ് ആയത്. ഞാൻ ലൈവ് ഇടാൻ പോയപ്പോഴത്തേനും എനിക്ക് 2 കൈയും ഭയങ്കരമായിട്ട് വേദന എടുക്കണം. ഭയങ്കര ഞാൻ ഗ്ലൗ ഇടാതെ ഞാൻ ഇത്രയും നേരം റെഗുലർ ലൈവിലിരുന്ന് ഇത് കളിച്ചുകൊണ്ടിരുന്നു. എടാ, റിയൽ F1 ഡ്രൈവേഴ്സിൻ്റെയൊക്കെ അവസ്ഥ അവർക്കൊക്കെ എന്ത് ട്രെയിനിങ് ആയിരിക്കുമല്ലേ കൊടുക്കണേ. എൻ്റെ അമ്മോ, ഞാൻ ഇത് ജസ്റ്റ് കളിച്ചു നോക്കിയപ്പോൾ ഞാൻ മനസ്സിലായി അവരൊക്കെ എന്ത് ട്രെയിനിങ് ആയിരിക്കും ചെയ്യണമല്ലേ. ഈ ഒരു സിമുലേറ്ററിൽ ഇങ്ങനെയാണെങ്കിൽ റിയൽ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എൻ്റെ അമ്മോ. ബോബിൻ്റെ RP ഞാൻ കണ്ടില്ലടാ. ബോബിൻ്റെ RP അല്ല, ഞാൻ റെഗുലർ ലൈവിലായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം ഗൈസ്. വെൽക്കം ബാക്ക് ടു അനദർ സ്ട്രീം. പിന്നെന്താ, 1-2 കാര്യങ്ങളോട് പറഞ്ഞിട്ട് തുടങ്ങാം. നമ്മൾ ഇന്ന് തൊട്ട് RP സ്ട്രീം സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രീമർ എൻ്റെ കൂടെ ഡ്രീമർ എന്നെ കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ വട്ടം ഡ്രീമറിൻ്റെ കൂടെ പോയി അവനെ നശിപ്പിക്കാത്ത രീതിയിൽ എനിക്ക് വർക്കൗട്ട് ചെയ്ത് തുടങ്ങണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം കേസ്. 2-3 ദിവസമായിട്ട് സത്യം പറഞ്ഞാൽ നേരെ നിൽക്കാൻ പോലും വയ്യാത്തൊരവസ്ഥയായിരുന്നേ. ഞാൻ RPയിൽ കയറുന്ന സമയത്ത് ഈ RPയിലെ കോണ്ടന്റിനകത്തൊക്കെ ഓരോരുത്തന്മാർ വന്ന് കമൻറ്റ് ഇടുന്നത് വെള്ളം അടിച്ചിട്ട് RP ചെയ്യുന്നു, എന്ത് ഇതാ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ കമൻറ്റ് ഇടണം. ഞാൻ അവൻ്റെ കമൻറ്റ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവൻ്റെ ബാക്കി കമൻറ്റൊക്കെ MRC പൊളി എന്നൊക്കെയാണ്. അവനാണ് വെള്ളം അടിച്ചതിൻ്റെ കാര്യത്തിൽ പറഞ്ഞത്. ഞാൻ വെള്ളം പോലും അടിച്ചിട്ടില്ല. ഞാൻ വെള്ളം അടിക്കേണ്ട ആവശ്യം എനിക്കില്ല. ഞാൻ പറയാം ബ്രോ, ഇവിടെ മദ്യപിക്കുന്നത് തെറ്റുള്ള കാര്യമൊന്നുമല്ല. എനിക്കിഷ്ടമുള്ള സമയത്ത് ഞാൻ മദ്യപിക്കാറുണ്ട്. അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഞാൻ പക്ഷേ പബ്ലിക്കിൽ വന്നിരുന്ന് അത് പ്രൊമോട്ട് ചെയ്യാറും വന്നിരുന്ന് ലൈവിലിരുന്ന് വെള്ളം അടിക്കുകയോ ലൈവ് ഇട്ടോ അത് ചെയ്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം പോലും ലൈവ് വരാതെ അവരോട് ഓഫ്ലൈൻ RP കയറി ചെയ്യാമെന്നുള്ള രീതിയിലെ സിറ്റുവേഷൻ എടുക്കാൻ കുറേ ദിവസം ഇവിടോട്ട് വന്നിട്ട് മനസ്സിലായ. അപ്പോഴത്തേക്ക് കമൻറ്റ് സെക്ഷനിലൊക്കെ കുറേ എണ്ണം പറയണത് വെള്ളം അടിച്ചിട്ട്. ഞാൻ ഓഫ്ലൈൻ RP ഞാൻ ഫേസ് ക്യാം ഓഫാക്കി എൻ്റെ RP കണ്ടിട്ടുള്ളവരെല്ലാവർക്കും അറിയാം. ഞാൻ ഓഫ്ലൈനിൽ RP ചെയ്യുന്നത് കുറച്ച് അഗ്രസീവായിട്ടാണ്. പണ്ട് തൊട്ടേ ഞാൻ ഓഫ്ലൈനിൽ RP ചെയ്യുന്നത് കുറച്ച് ഇതായിട്ടാണ്, അല്ലാതെ അങ്ങനെയല്ല. അയ്യോ റാംബോ ബ്രോ, ഗൈസ് നിങ്ങൾ ആരും ദയവ് ചെയ്ത് സബ് ചെയ്യരുത്. സബ് എടുക്കുകയും ചെയ്യരുത്, സബ് ഇതാക്കുകയും ചെയ്യരുത്. ദയവ് ചെയ്ത് ആരും സബിനകത്ത് ഇന്നത്തെ ദിവസം പൈസ മുടക്കില്ലേ. കാരണം എൻ്റെ സ്ട്രൈപ്പ് കംപ്ലീറ്റ്ലി പോയിരിക്കുക. എൻ്റെ എല്ലാം റീസെറ്റായി. അതുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ആരും എടുക്കണ്ട. റാംബോ ബ്രോ അത് ചിലപ്പോൾ റീഫണ്ട് കിട്ടുമായിരിക്കും. റാംബോ ബ്രോയ്ക്ക് റീഫണ്ട് കിട്ടും. അത് വേറെ ആരും എടുക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ നമുക്ക് ടർഫ് തുടങ്ങിയോ? ഇല്ലല്ലോ. ഞാൻ ലൈനപ്പ് ഇട്ടിട്ടുണ്ട്. ടർഫ് തുടങ്ങിയില്ലല്ലോ. പിന്നെ ഗൈസ്, ഇന്ന് രാവിലത്തെ അർജൻറ്റീനയുടെ കളി എൻ്റെ അമ്മോ. എടാ, ഞാൻ റിഗ്രറ്റ് ചെയ്യണടാ ഞാൻ ഫുട്ബോൾ നേരത്തെ കണ്ടു തുടങ്ങാത്തതിൽ. ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നു. സീരിയസ് ആയിട്ട് പറയാം. നിങ്ങളൊക്കെ പണ്ട് പറയുമ്പോൾ ചിലപ്പോൾ ആനിമി ഇങ്ങനെ ആയിരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, ഫുട്ബോൾ ഞാൻ നേരത്തെ കണ്ടു തുടങ്ങാത്തതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യണം. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ലെജൻസിൻ്റെ ഒന്നും കളി ഇനി ഒരു വേൾഡ് കപ്പിൽ കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു വിഷമം കൂടെ എനിക്കുണ്ട് സത്യമായിട്ടും. ഇനി പ്ലേയേഴ്സ് ഉണ്ടാവും, കാണും, എന്തായാലും ഞാൻ കാണും. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിപ്പോയി കേട്ടോ. ഈ എക്സ്പീരിയൻസസ് ഒക്കെയാണ് ഇതിനു മുമ്പത്തെ ഈ വേൾഡ് കപ്പിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഒരുപാട് സാധനങ്ങൾ എനിക്ക് മിസ് ചെയ്ത്. ക്രിക്കറ്റ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. അതിൽ റിഗ്രറ്റ് എനിക്ക് ഇപ്പോഴും ഇല്ല. ക്രിക്കറ്റ് എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ഗെയിമാണ്. പക്ഷേ ക്രിക്കറ്റിൻ്റെ കൂടെ കാണാൻ പറ്റിയ ഒരു സാധനമായിരുന്നത് ഞാൻ മിസ് ഔട്ട് ചെയ്തതാണ്. എൻ്റെ അമ്മോ, എന്ത് കളിയുടെ കളിച്ചത് ഇന്നലെ. പുള്ളി എന്താ വന്മതില്ല. ഞാൻ ആലോചിക്കണം പുള്ളിയുടെ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സിൻ്റെ കൗണ്ടിങ്ങിന് ഏതോ ഒരെണ്ണത്തിനകത്ത് പറഞ്ഞു കേട്ടപ്പോൾ പുള്ളിയുടെ രാജ്യത്തുള്ള ആൾക്കാരുടെ ഇരട്ടിയാണ് പുള്ളിക്ക് ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സ് കൂടിയെന്നാണ് പറഞ്ഞത്. ഞാൻ ആലോചിക്കണം അതാണ്. അത്രയും ചെറിയൊരു രാജ്യത്ത് നിന്ന് വന്നിട്ടേ അവർക്ക് ചിലപ്പം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. ഇന്ത്യയുടെ തന്നെ അവസ്ഥ നിങ്ങൾ ആലോചിച്ചാൽ മതി. അവർക്കൊന്നും ഇതുണ്ടാവില്ല അധികം, ഫൈനാൻഷ്യൽ സപ്പോർട്ടും ഫുട്ബോൾ ടീമായിട്ട് കയറി വരാനുള്ള ഇതുണ്ടാവില്ല. എന്നിട്ട് പോലും വേൾഡ് നമ്പർ 1 ടീമിനെ ഡിഫെൻഡിങ് ചാമ്പ്യൻസിനെ വന്ന് വിറപ്പിച്ചെന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു കളികൾ കളിച്ചു എൻ്റെ അമ്മ. അത് 40ാമത്തെ വയസ്സിൽ സത്യം. അതാ 28ാമത്തെ വയസ്സിൽ സിമുലേറ്ററിൽ 4 മണിക്കൂർ കളിച്ചപ്പോൾ 2 കയ്യിൽ നീര്.
40ാമത്തെ വയസ്സിൽ അങ്ങേര് പറന്ന് നിക്കണം. അങ്ങേര് എന്ത് കളിയായിരുന്നടാ എന്റെ അമ്മോ. ഗൈസ് മിസ്സാക്കിയവരൊക്കെ ഒരു കിടിലം മാച്ചാ നിങ്ങളൊക്കെ മിസ് ചെയ്തത്. ഞാൻ പറയാല്ല, ഞാൻ ഈ കളി കണ്ടു തുടങ്ങിയിട്ട് പോലെ എനിക്ക് അത്രയും ഒരു എഫക്റ്റ് വന്നു ഇന്ന് കണ്ടപ്പോഴേ. ഞാൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ, ഫുട്ബോളൊക്കെ ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്ത് രാവിലെ ഉറങ്ങാതൊക്കെ ഇരുന്ന് കാണുക എന്ന് പറഞ്ഞാൽ അത്ര ഇതായി പോയി ഗൈസ്. ഈ വട്ടത്തെ ഞാൻ പറയും, ഇനി മാച്ചസ് ഞാൻ മിസ് ചെയ്യില്ല. ഇനി എല്ലാ മാച്ചസും ഇനി നിങ്ങളെപ്പോലെ ഫുട്ബോളിൽ സംസാരിക്കാൻ, ഫുട്ബോളിൽ നിങ്ങളുടെ വിട്ട് എൻജോയ് ചെയ്യാൻ ഞാനും ഉണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. ഞാൻ ഡിസ്കോഡിലോട്ടൊന്ന് പോട്ടെ, 1-2 കാര്യമോട് പറയാനുണ്ട്. എന്നിട്ട് നമുക്ക് അർപ്പിലോട്ട്, ഈ ടർഫ് കഴിഞ്ഞിട്ട് അർപ്പിലോട്ട് കയറാം. അവരെല്ലാവരും എന്ത് ലൈവില് എല്ലാവരും കെ വി ടർഫ് ജയിച്ചോ? 10-25 ടർഫ്. ഓക്കെ, 6 മിനിറ്റ് കൂടെ. ഓക്കെ നമുക്ക് ഇവിടെ ഇരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം സ്ട്രീം. എല്ലാവർക്കും ഫോർസ് ആയടാ. ഫോർസ് ഇപ്പൊ കളിച്ച കൈ ഒടിഞ്ഞ് ചത്തു കൂടാ. ഫോർസ് ഇപ്പൊ ലൈനപ്പ് ഞാൻ പറഞ്ഞുതരാം, വെയിറ്റ്. വന്നല്ലോ. രാനും വന്നു. ലൈനപ്പ് ജുഗ്രു, മോബി, അലക്സ്, വില്ലു, ഏബല്, സാവേജ്, ഇറ്റാച്ചി, സ്റ്റീവ്, നീല്, ഡെസ്ട്രോ, LX2, ജൂഡ്. ഇതിന്റെ RP പറ്റിയാണല്ലോ ഇവിടെ എല്ലാരും പറയണേ. ഞാൻ കഴിഞ്ഞ വട്ടം കണ്ടപ്പോഴും പിടിച്ച് ഉപദേശിച്ചാണ്. ഇവനോട് നിങ്ങൾ പറ, പണ്ടത്തെ കോസ്പ്ലേ ഒക്കെ തുടങ്ങാനും ഇതൊക്കെ ആക്കാൻ നിങ്ങൾ പറ. ഞാനും തെറിവിളിച്ചവനെ എല്ലാവരും പറഞ്ഞൊക്കെ തെറിവിളിക്കാണ്. നീലൻ ഇല്ലല്ലോ ഇന്ന്. നീലനില്ല, നീലന് ബാനാണ്. നീലനില്ല ഇന്ന്. നീലനില്ല. ആണോ? നിക്ക് ഞാനൊന്ന് ചോദിക്കട്ടെ. അവൻ പേരിട്ടിട്ടല്ല ലിസ്റ്റിൽ. അതാ അവൻ ലിസ്റ്റിൽ പേരിട്ടിട്ടില്ല, അവൈലബിൾ ലിസ്റ്റിൽ. അതാ. എടാ നീ കളിക്കുന്നുണ്ടോ? സ്റ്റീവിന് വരാൻ കയറിയോ? സ്റ്റീവ് വന്നില്ല. ഇല്ലല്ല, നീ കേറാൻ പറഞ്ഞ, നീ കേറാൻ വേണ്ടി പറഞ്ഞ. ഓക്കെ കയറി കളിച്ചു. സ്റ്റീവിന് വരാൻ നീലം കയറും. സ്റ്റീവ് ഇല്ല, അവൻ്റെ PC എന്തോ പ്രശ്നമൊന്നും. അവ ഒരാഴ്ച ലൈവ് ഇടും, പിന്നെ അവ ഒരാഴ്ച ട്രിപ്പ് പോവും, തിരിച്ചു വരുമ്പോൾ PC അടിച്ചു പോവും. ഇതാണ് പയ്യന്റെ പ്രശ്നം. ഹലോ സ്മിത്ത് സിറ്റിയിലാണ് ഫുള്ള്. നമ്മള് ഇതാണ് നമ്മുടെ ഗ്രൈൻഡിങ്. ഓക്കെ അത് കുഴപ്പമില്ല. ചെയ്താൽ നിനക്ക് കൊള്ളാം. ചെയ്താൽ നിനക്ക് കൊള്ളാം. എടാ ഈ വീക്കിൽ, കഴിഞ്ഞ വീക്കിൽ ആരെയൊക്കെയാണ് എടാ സ്ലോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് നോക്കിയിട്ട് പറയണേ രായ. കഴിഞ്ഞ വീക്ക് ആരെയൊക്കെയാ ഞാൻ ബ്രാവോയാ മാറ്റിയിട്ടെ? അറിയില്ല. പിന്നെ മന്ദരത്തിന് ഇട്ടോളാം. അതാ പറഞ്ഞ, കഴിഞ്ഞ വീക്ക് ആരെയൊക്കെ മാറ്റിയെന്നുള്ള ലിസ്റ്റ് ഒന്ന് രായ ഒന്ന് നോക്കിട്ട് പറയണേ. പിന്നെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാം. സിറ്റിയിലെ ഒരു പ്രമുഖ ഗ്യാങ് ആയ EVX അവർ സ്വന്തമായിട്ട് ഡിസ്മാൻഡിൽ അടിച്ചു. സംഗതി കൂട്ടത്തിലൊരു പയ്യൻ ഹാക്കിട്ട് കളിച്ചു. നല്ലൊരു ഒന്നാന്തര ഒരു മൂവ് ആയിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, കഴിവില്ലെങ്കിൽ ഈ കളി കളിക്കാൻ പോകരുത് ദയവ് ചെയ്ത്. ആൻഡ് അത് അക്സെപ്റ്റ് ചെയ്തു. അവരത് ഡിസ്മാൻഡിൽ ചെയ്തു. ആൻഡ് കഴിഞ്ഞ ദിവസത്തെ EVXന്റെ ടർഫ് കണ്ടാൽ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എന്താണ് ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്താണ് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ EVX സ്വന്തമായിട്ട് ഡിസ്മാൻഡിൽ ഇട്ടു. ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് അതിശയം അതല്ല. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ മോസ്റ്റ് ഓഫ് ദ ഹാക്ക് ഇട്ട് പിടിക്കുന്ന ആൾക്കാർക്കെല്ലാം കൂടുതലും, ഞാൻ പറയാം എല്ലാവരും അല്ല, കൂടുതലും പിടിച്ചിട്ടുള്ളവരെ നല്ല കഴിവുള്ളവരാ, പറയാതിരിക്കാൻ വയ്യ. ഇവരൊക്കെ വേറെ ഗെയിമിലും വെളിയിലത്തെ ഗെയിമിലും എല്ലാം നല്ല എയിമും നല്ല ഇതൊക്കെ. ഇവരൊക്കെ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. നാച്ചുറലി കളിച്ചിട്ട് അവരുടെ അടുത്ത് എത്താൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെ പറ്റി ചിന്തിച്ചാൽ മതി. ഇത് ഇടാൻ തോന്നത്തില്ല. എനിക്ക് മനസ്സിലാവണില്ല എന്തിനാണ് ഇത് ചെയ്യണേന്ന്. HF ബ്ലഡ്, HF ആണോ? HF ആണോ അത്? അല്ലല്ല, HF ആണോ അത്? എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. HF ആണോന്ന് അറിയൂടാ. വാളഫ്ഷേമിൽ ഇട്ടോടാ. ഇവനൊക്കെ GTA വരെ ഇടുന്നെങ്കിൽ എല്ലാത്തിലും ഇടുള്ളൂ. എടാ അല്ല അളിയാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. എടാ ഈ ഹാക്ക് എയിംബോട്ട് ഇടുന്നതൊക്കെ ഓക്കെയാണ് അളിയാ. ഈ PUBG PC നീ കണ്ടിട്ടില്ലേ? മൂവ്മെന്റ് ഒക്കെ
ഈ കുറച്ച് കളിക്കാൻ അറിയാവുന്നവന്മാരുടെ മൂവ്മെന്റ് ഒക്കെ കണ്ടിട്ടില്ലേ നീ? ആ, അതൊക്കെ വരെ ഇച്ചിരി പാടല്ലേ അളിയ, അതൊക്കെ എന്തായാലും കളിക്കണം. അത് വരാം. ആ അത് വേണം. അതൊക്കെ ഉണ്ട് ഇവന്മാർക്ക്, അതല്ലേ ഏറ്റവും വലിയ കാര്യം. അതൊരു കാര്യം തരുന്നള്ളിയാ, ഈ ഹാക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, മനസ്സിലായാ? അതുകൊണ്ട് ഇവർക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റും പെട്ടെന്ന്. എന്നെ ഒരുത്തനും കൊല്ലത്തില്ലെന്ന് പറഞ്ഞോണ്ട് Wall of shame. ഈ ബോബ് ഹാക്കറാന്ന് തോന്നുന്നു ഗോഗു എനിക്ക് പിന്നെ ഇവനെ. എന്തിനാ അവന്റെ എന്തേ skill Wall of കളയുന്നത് Shameൽ കാണാതെ? ഇല്ലല്ലോ അത്. ഇതാരാ? പെർമനന്റ്ലി ബ്ലാൻഡ് ആൻഡ് Mostly self-appointed under agent running at a budget black market passport assist. Slider staff DM like he owns the server backend. Bro, urgent, my friend need passport roll. Took 500 per head already. സ്ക്രീൻഷോട്ട് ഉണ്ട്. Man, really monetizing permission he doesn't even have. The moment I started asking questions, bro was AFK from some day and tweaking like Ambi. Full panic mode. ഇത് പഴയതല്ലടാ ഇത്. ഇതില്ലല്ലോ, ഇതിലില്ലല്ലോ, ഇത് പഴയതാണെന്ന് തോന്നുന്നേ. ആഹാ. ആദ്യം ഇതെന്താണ് പഠിത്തം, അതില്? അത് കഴിഞ്ഞു മതി കണ്ടുപിടുത്തം. കണ്ടുപിടുത്തം. ഇതൊക്കെ ആരാണ് ഇടണ ഇതൊക്കെ? ഇതിനകത്തില്ല, EVXന്റെ ഇല്ലല്ലോ. സ്ക്രീൻഷോട്ട് ഉണ്ട് എന്റെ അവന്റെ. എന്ത് അല്ല EVS-നകത്തില്ല. ലീബേസ് അല്ല ഡിസ്മല്ലേ അല്ല EVX ഡിസ്മാനിലെ ഇടുമായിരിക്കും. ഇല്ല നോട്ട് റിവീൽഡ് ഹൂ. ഓക്കെ, ആരാണെങ്കിലും പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, യൂസിങ് ഹാക്ക് ഈസ് എ ഡേർട്ടി ബിസിനസ്. പിന്നല്ല ആ. എപ്പോഴും പറയുമല്ലോ നമ്മള്. എപ്പോഴും പറയാറുള്ള കാര്യമാണ്. എപ്പോഴും ആലോചിക്കാൻ പോലും. ഇവിടെ ബോബെ നിന്നെയൊക്കെ ഹാക്കിട്ട് പിടിച്ചാല്, അണ്ണാ എന്നെ ഹാക്കിട്ട് അടിച്ചാണ്. അല്ല നിന്നെ ഹാക്കിട്ട് പിടിച്ചു എന്ന് വിചാരിച്ചോ? നീ ആദ്യം എന്നോട് വന്ന് പറയാൻ പോണേ എന്തുമായിരിക്കും? അണ്ണന് പറയണ എന്തിനാണ്? അണ്ണൻ തന്നെ മനസ്സിലാവല്ലോ. അല്ല എന്നാലും നീ എന്തായിരിക്കും വന്ന് എന്നോട് പറയാൻ പോണേ? അണ്ണ എടുത്തു, കയ്യോടെ എടുത്തു, എന്നെ കയ്യോടെ അവിടെ എടുത്തു. അളിയാ, അവര് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഇനി അണ്ണൻ ചെയ്യാനുള്ളതൊക്കെ എന്താ? അതാ അവര് ചെയ്ത് എന്നെ പറഞ്ഞു വിട്ട്. റാം 16 GB 32 GB ആക്കാൻ വേണ്ടി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തവനാണ് നീകൻ, മനസ്സിലായില്ലേ? അവനൊക്കെ ഹാക്കൊക്കെ ഇടാൻ പോണെന്ന് ആലോചിക്കണം നീ. റാം 16 32 ആക്കാൻ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്താ നീ? 8 GB റാം ഡൗൺലോഡ് ചെയ്തു നെറ്റിന്ന്. ഡൗൺലോഡ് ചെയ്ത് 8 GB റാം ഡൗൺലോഡ് ചെയ്തത്. ഗ്രാഫിക്സ് കാർഡ് നോക്കി കിട്ടിയില്ല. അണ്ണന് മുന്നേ ഇവൻ 15 എടുക്കാൻ നോക്കിയ. ഇന്ത്യ ഫസ്റ്റ്. എന്താ അത് 1000 വെച്ച് പ്ലസ് ആവും. അന്ന് വൈഫൈ കുറച്ച് സ്ലോ ആയതുകൊണ്ട് കിട്ടിയില്ല. ആരെളിയാ മെസ്സേജ് നോക്കണേ. സബ്സ്ക്രിപ്ഷൻ എടുക്കല്ലേ ആരും, സബ്സ്ക്രിപ്ഷൻ എടുക്കല്ലേ. എന്റെ സ്ട്രൈപ്പ് പോയിരിക്കുക, സബ്സ്ക്രിപ്ഷൻ എടുക്കല്ലേ. എന്താ ചെയ്യണ? എടാ സ്ട്രൈപ്പ് എന്തോ സീൻ പറ്റിയടാ, അത് ഫുള്ള് ചെയ്യണം. അത് എന്റെ പാസ്പോർട്ട് എന്റെ സ്ട്രൈപ്പ് വേണോണ? വേണ്ട താല്പര്യമില്ല. ഞാനാണെങ്കിൽ ഗ്രാഫിക്സ് കാർഡ് നോക്കി കിട്ടിയിരുന്നു. സത്യല്ലേ? KVA ടർഫ് മസ്റ്റ് വാച്ച്. KVA ടർഫ് അടിപൊളിയായിരുന്നു. അവിടെ ആരുമായിട്ടാണ്? TG ആണല്ലേ? കാണാം. ഹനാൻസ ഇഷ്യൂ. അയ്യോ, അങ്ങനത്തെ ഇഷ്യൂകളിലൊന്നും തലയിടാൻ ഒരു താല്പര്യമില്ല ബ്രോ. എന്നുമായിട്ട് ബാധിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ തലയിടാം. ഇതൊന്നും എനിക്ക് അറിയാത്ത കാര്യങ്ങളാണ്. വേറെ യൂണിവേഴ്സ് അത്, നമ്മുടെ യൂണിവേഴ്സ് അല്ല. നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഗെയിം റിലേറ്റഡ് പ്രശ്നം, അതൊക്കെയാണ് നമ്മുടെ യൂണിവേഴ്സ്. നമ്മുടെ ഗെയിമിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നോക്കാം. ഇറങ്ങി പോയി അങ്ങനെ ഇറങ്ങി പോവാ. സിറ്റിയിലെ പ്രശ്നങ്ങൾ, ഗ്യാങ് വാർ, ഗ്യാങ് ഫൈറ്റ്, ലെഗോ റിമോട്ട് കൺട്രോൾ കാർ അങ്ങനത്തെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ആ അലിഗേഷൻസ് ഒക്കെ പറ്റി ചോദിക്കാട്ടോ. ഇപ്പൊ കൊറേ ഉണ്ടാവില്ലേ? കുറച്ച് കാറ് കിട്ടി നടന്നല്ലോ. അത് കിട്ടി, അതിവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അതെടുത്തത് ഗൈസ്, ഞാൻ നാട്ടിലായിരുന്നല്ലോ. ഞാൻ ഇപ്പോഴല്ലേ വീട്ടിലോട്ട് വന്ന. ബർത്ത്ഡേക്കൊക്കെ അവിടെ എറണാകുളത്തായിരുന്നോണ്ട് ഞാൻ ഇവിടെ വന്നപ്പോ എന്റെ ഗെയിമിംഗ് റൂമിൽ ഒരു വലിയ പെട്ടി ഇരിക്കണ്. പെട്ടി തുറന്നപ്പോ പെട്ടി മൊത്തം കാറ്. ഞാൻ വേറൊരു കാര്യം നിങ്ങളെ കാണിച്ചു തരാം. ആ പെട്ടിക്കകത്ത് വന്നൊരു സാധനം കാണിച്ചു തരാം. ഇത് നോക്കണേ, കണ്ടാ? നെറ്റ് പോയല്ലോ. ഇല്ല കണ്ടില്ല. ഒന്ന് വലുതാക്കൂ. വെയിറ്റ്. അതെന്ത്? എന്ത്? ഞാൻ കണ്ടില്ല. കണ്ടാ? ഫിഷ് ടാങ്കാ കേട്ടാ? ഈ സാധനം ഗ്യാരേജ് ഗ്യാരേജ്